തുടർഭരണമില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലിയും CPM-ൽ ചർച്ചകൾ സജീവം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാൽ, P രാജീവ്, മുഹമ്മദ് റിയാസ് എന്നിവരിൽ ഒരാൾ പ്രതിപക്ഷ നേതാവാകും. എന്നാൽ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് 3 പേരും നേരിടുന്നത്. ഭരണം നഷ്ടപ്പെട്ടാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല എന്നുറപ്പായതോടുകൂടിയാണ് പുതുതലമുറ നേതാക്കളുടെ പേരുകൾ സജീവ ചർച്ചയിൽ വരുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇനിയിപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എതിരാണ്. അതോടുകൂടി ഇനിയിപ്പോൾ പ്രതിപക്ഷത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചർച്ചകളാണോ CPM? രാഖി പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ LDF-ൽ ഉയർന്ന പ്രധാനപ്പെട്ട ചർച്ച തുടർഭരണം ലഭിക്കും. വലിയ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു അവർ LDF-നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഈ എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് പോളുകളും LDF തുടർഭരണം ലഭിക്കില്ല എന്ന് ഉറപ്പിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ അതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയുള്ള ചർച്ചകളും ഇനി ആരംഭിക്കാം എന്ന നിലയിലേക്ക് CPM മാറുകയായിരുന്നു. അങ്ങനെയാണ് 3 പേരുകൾ അവർ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അത് സംബന്ധിച്ച ചർച്ചകൾ അത് പാർട്ടിക്കുള്ളിലാണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലാണെങ്കിലും എല്ലാം തന്നെ സജീവമാവുകയും ചെയ്തത്. അതിലൊരു പേര് P രാജീവാണ്, മറ്റൊന്ന് KN ബാലഗോപാലാണ്, മറ്റൊരു പേര് മുഹമ്മദ് റിയാസ് ആണ്. ഈ 3 പേരും മന്ത്രിമാരാണ്. ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ്. അങ്ങനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പുതുതലമുറയിൽപ്പെട്ട സീനിയർ നേതാക്കൾ എന്ന നിലയിലാണ് ഇവരെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും 2 തവണ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മാറി വരാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. അത്തരമൊരു സ്ഥാനം നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയോ അതിന് പാർട്ടി അനുവദിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഈ 3 പേരെ കേന്ദ്രീകരിച്ച് ആ പേരുകൾ ഉയർന്നു വരുന്നത്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൂലമായ ഒരു ഘടകമെന്ന് പറയുന്നത് ഇവരുടെ വിജയ സാധ്യതകൾ എത്രമാത്രം എന്നതാണ്. 3 പേരും കനത്ത മത്സരമാണ് അവരവരുടെ മണ്ഡലങ്ങളിൽ നേരിടുന്നത് എന്നതാണ് അതിലേറ്റവും പ്രധാനം. P രാജീവ് കളമശ്ശേരിയിലാണെങ്കിലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ആണെങ്കിലും കൊട്ടാരക്കരയിൽ KN ബാലഗോപാലാണെങ്കിലും എല്ലാം തന്നെ ശക്തമായ മത്സരം നേരിടുമ്പോൾ ആരെല്ലാം ജയിച്ചു വരും എന്നത് വലിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. അതിലൊരാൾ ജയിക്കുകയാണ് എങ്കിൽ ആ ഒരാൾ തന്നെ ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്കും 3 പേരും ജയിച്ചു വരികയാണ് എങ്കിൽ സ്വാഭാവികമായും അതൊരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ പക്ഷം ചേർന്നുള്ള മുന്നോട്ട് വയ്ക്കുന്ന പേരുകളിലേക്കോ എല്ലാം തന്നെ പോവുകയും ചെയ്യും. അങ്ങനെ CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം തുടർഭരണവും മുഖ്യമന്ത്രി ഉറപ്പിച്ചുകൊണ്ടുള്ള തുടർഭരണവും എല്ലാം തന്നെ ചർച്ചയായ ഘട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ മാറിമറിയുന്നു. പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയുള്ള ചർച്ചയിലേക്ക് അതെല്ലാം വഴിമാറുന്നു എന്നത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തെ കൂടി നേരിടാൻ LDF തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയുള്ള ചർച്ചകൾ വഴിവെക്കുന്നതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രാഖി.